ആറന്മുള കണ്ണാടി, കഥകളി രൂപം, തെയ്യം തുടങ്ങി കേരളത്തിൻ്റെ സവിശേഷമായ മുദ്രകൾ പേറുന്ന ടൂറിസം സുവനീറുകൾ, വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ 25 ലക്ഷം രൂപ അനുവദിക്കുന്നു. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് 56.89 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്കുള്ള സർക്കാർ വിഹിതമായ 5.3 കോടിയും ഹാൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്കുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള 450 കോടി രൂപയും ഉൾപ്പെടെ ഉള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി. സർ, കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഹാൻഡെക്സിൻ്റെ പുനരുജ്ജീവനത്തിനായി 20 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, ടെക്സ്പെർട്ടിൻ്റെ കീഴിലുള്ള സഹകരണ സ്പിന്നിംഗ് മില്ലുകളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതിക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സഹായത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, കയർ മേഖലയ്ക്ക് ആകെ 107.64 കോടി രൂപ വകയിരുത്തുന്നു. കയർ വ്യവസായത്തിൻ്റെ യന്ത്രവൽക്കരണത്തിനും നിയന്ത്രിത യന്ത്രവൽക്കരണത്തിനും പശ്ചാത്തല വികസനത്തിനുമായി 22 കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങളുടെയും ചകിരിയുടെയും വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് 38 കോടി രൂപയും വകയിരുത്തുന്നു. വലിയ വാണിജ്യ സാധ്യത ഉണ്ടായിട്ടുള്ള ചകിരിച്ചോറ് വ്യവസായ വികസന പദ്ധതിക്ക് 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. കയർ സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് 13.5 കോടി രൂപ വകയിരുത്തുന്നു. ഖാദി ഗ്രാമവ്യവസായ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 15.7 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി മേഖലയ്ക്ക് 53.36 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതിൽ 3.5 കോടി രൂപ കേരള സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ, 3 കോടി രൂപ കാപ്പെക്സിനും 6.31 കോടി രൂപ കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള കേരള സംസ്ഥാന ഏജൻസിക്കും 41 കോടി രൂപ കേരള കാഷ്യൂ ബോർഡിനും ഉള്ളതാണ്.